എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രാബ് റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേന്ന് നോക്കാം. ഞാൻ ആകെ 2 ക്രാബാണ് എടുത്തിട്ടുള്ളൂ. അതായത് 550 ഗ്രാം ഉള്ളത്. ഒരുവിധം വലിയ ഇതാണ് എടുത്തിരിക്കുന്നത്. അതായത് ബ്ലൂ കളർ ഉണ്ടോ. അപ്പോൾ അത് 2 കൂടി 550 ഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്കിനി അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അത് എടുത്തിട്ട് ഇതിന്റെ ഇതിങ്ങനെ വിടിയിക്കുക. കയ്യ് ഇതിങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പോകുള്ളൂ. കണ്ട 2 കാല് അത് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യലപ്പോൾ ഇതുപോലെയാണ് ഉരിഞ്ഞിട്ട് കൊടുക്കുക. ഇത് ആദ്യം തന്നെ നമ്മളുണ്ടല്ലോ വാങ്ങിക്കഴിഞ്ഞിട്ട് ശരിക്കും ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകണം. അത് കഴിഞ്ഞ് നന്നായിട്ട് കഴുകണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചേണിമണ്ണുണ്ട്. അത് കഴുകി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് കറിയിലൊക്കെ അത് ഇത് മണ്ണ് കടിക്കാൻ ഇതുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അത് ഈ തോട് ശരിക്കും ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. പിന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി നമുക്കിത് ഇവിടെ കത്തിയും കൊണ്ട് ഇവിടെ അവിടെ തുറന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്താ ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വേസ്റ്റ് എല്ലാം മാറി കിട്ടും. ഇതിന്റെ ഉള്ളിൽ ഈ സൈഡിൽ പൂ ഇങ്ങനെ കുറച്ചുണ്ട്. അതൊക്കെ കളയണം കേട്ടോ. ഇത് പൈപ്പിന്റെ ചോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കഴുകാണെങ്കിലുണ്ടല്ലോ ആ വെള്ളം കുത്തി ഇങ്ങനെ വീഴുമ്പോൾ അത് ശരിക്കും ക്ലീൻ ആയി പോകണം. അപ്പൊ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ശരിക്കും പൈപ്പിന്റെ വെള്ളം അങ്ങനെ ഒഴുകണേടത്ത് വെക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇത് ശരിക്കും ക്ലീൻ ചെയ്ത് കളയണം. നമുക്ക് എന്താ ഇതിനുള്ളിലുള്ള അഴുക്കെല്ലാം നമുക്ക് കളയണം. നമുക്ക് മാംസമായിട്ട് മാത്രം കിട്ടി. ഞാനിത് ഇത് എന്റെ കൈയാണ് കേട്ടോ. ഇത് നമുക്ക് ഞാൻ എടുക്കണില്ല, കാരണം ഇത് കുഞ്ഞിത്. അതിന്റെ ഉള്ളിൽ വലിയ മാംസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കാലെടുക്കാം. കാലിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇവിടെ ഒടിച്ചു കളയാം. ഇത് രണ്ടോടെ ഒടിച്ചു കളഞ്ഞാൽ ഇത് വേണ്ട, അങ്ങനെ എടുത്താൽ മതി. ഇതുപോലെ തന്നെ നന്നാക്കി എടുക്കാം. കൈ ചെറുതാകുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ വലിയ മാംസമൊന്നും ഉണ്ടാവില്ല. എടുക്കണവരും ഉണ്ട്, പക്ഷെ പ്രത്യേകിച്ച് വലിയ ഒരുപാടൊന്നും അതിനകത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് അതെടുത്തിട്ട് ഞാൻ ആ കാല് മാത്രമേ എടുക്കണുള്ളൂ. ഇതൊന്ന് തിരിച്ചാൽ മതി. അപ്പൊ നമ്മൾ പോകുന്നത് ഇതിങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് എല്ലാം മാറിക്കിട്ടും. 2 സൈഡിലും ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ ഇരിക്കണ്ടാവും. അത് കളയണം, വേസ്റ്റ് ആവട്ടെ. നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് എടുക്കാം. അതിന്റെ നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകി വൃത്തിയായി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി ഇട്ടൊന്ന് തിരുമ്മി വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമാതിരി മഞ്ഞൾ ശരിക്കും പിടിക്കണം. അതല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ കറിയിൽ ഇങ്ങനെ മാംസം ഒരു വെള്ള കളറായിട്ട് കിടക്കും. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് ഇതുപോലെ തിരുമ്മി വയ്ക്കുകയാണെങ്കിൽ അത് പിടിക്കുകയും ചെയ്തോളൂ. ശരിക്കും ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ആദ്യം വെളുത്തുള്ളി, ഒരു 3 ചുള വെളുത്തുള്ളി
ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അതിലൊരു ഇടത്തരം തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ഇടത്തരം സവാള അരിഞ്ഞത്, കരുവേപ്പില, പിന്നെ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, അതായത് വലിയ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ഓൾറെഡി ഞാൻ അത് ക്രാബ് മഞ്ഞൾപ്പൊടി ഇട്ട് പുരട്ടി വെച്ചുകൊണ്ട് ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂണായിട്ട് എടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി. പിന്നെ ചെറിയ സ്പൂണിന് തന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുരുമുളക്, മുഴുവൻ കുരുമുളക് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കണേ. പൊടിയേക്കാളും നല്ലത് അങ്ങനെ പൊടിച്ചെടുക്കണതാണ് നല്ലത്. അപ്പോൾ അതും ഒരു ചെറിയ സ്പൂണിന് എടുത്തിട്ടുണ്ട്, 1 സ്പൂണ്. അതിന് കൂടാതെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണ വേണം. നമ്മൾ ചട്ടിക്കലം വച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടിക്കലത്തിലാട്ടൊന്നും ഉണ്ടാക്കണേ. ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയാൽ അത്രയും കൂടി ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ, ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, ഞാൻ ഇത്തിരി പെരിഞ്ജീരകം അതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഒരു നുള്ള പെരിഞ്ജീരകം. അത് കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെക്കുന്ന പച്ചമുളകും നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അരിഞ്ഞെടുത്തേക്കണം. അത് ഇട്ടെടുക്കുക. നമ്മൾ അരിഞ്ഞ ഇഞ്ചി, അത് ശരിക്കും ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞിട്ട് സവാള ഇടാം. ചെറിയ ഉള്ളിയാണ് ഇത്തിരി കൂടി ടേസ്റ്റ്. അത് അരിഞ്ഞ് എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവാള ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാള നമുക്ക് വേഗം വഴന്നു കിട്ടും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ടിട്ടോ, കാരണം ഇത് വഴന്ന് വേഗം കിട്ടാൻ വേണ്ടിയിട്ട്. ചട്ടി ഒരനക്കം ഉണ്ട്, കാരണം ഇത് ഈ ഗ്യാസുമ്മ ഇതിൻ്റെ അടി അത്ര ഇതല്ലാത്തതുകൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ട്. ഇനി ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ട് നമുക്ക് അടുത്തിടാം. നമ്മുടെ സവാള ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മഞ്ഞപ്പൊടി മറ്റേതിൽ ഇട്ടതുകൊണ്ട് ശകലം മഞ്ഞപ്പൊടിയായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ആ മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി, അതുപോലെ നമ്മളെടുത്തിട്ട് മല്ലിപ്പൊടി, അതിട്ടിട്ടൊന്ന് ശരിക്കും ഇതാണ്. പിന്നെ വെളിച്ചെണ്ണ ഇത്തിരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ആദ്യം ഒഴിച്ചോളൂ. നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടി. ഇനി നമുക്ക് അരിഞ്ഞത്തെ തക്കാളിയും കൂടി അതിനകത്തേക്ക് ഇടാം. തക്കാളി ഇട്ടു. നന്നായിട്ട് അതൊന്ന് ഉടഞ്ഞു വരണം. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുഴുവൻ കുരുമുളക് ചതച്ച് വെച്ചിട്ടില്ല, അതും ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കും.
പിന്നെ നമ്മൾ ഉപ്പ് കുറച്ചായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അതിന് പാകത്തിന് വേണ്ടിയിട്ട്. അപ്പം അതിന് പാകത്തിന്, അതായത് ക്രാബിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇതൊന്ന് ശരിക്കും തക്കാളിയും കൂടി ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് ക്രാബ് ഇടാം. ഇപ്പോൾ ഇതേ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാക്കും ആ പൊടികളൊക്കെ ഇട്ട് വെന്ത് ഇത് വന്നപ്പോൾ നല്ല മണവും കാര്യങ്ങളും വന്നു തുടങ്ങി. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വെച്ചിങ്ങനെ ക്രാബ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓൾറെഡി ഇതിനകത്ത് കുറച്ച് വെള്ളം വരും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളം ഒഴിക്കണില്ല. ഒന്ന് ആവി കയറി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നമുക്ക് കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു 20 മിനിറ്റ് മാക്സിമം അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ റെഡിയാവും. ഇതൊന്നും നമുക്ക് അടച്ചു വയ്ക്കാം. കാരണം ഇതൊന്ന് അടച്ചു വെച്ച് വെന്തതിന് ശേഷം ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കണുള്ളൂ. കാരണം അല്ലാണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കണുള്ളൂ. ഇതാ അപ്പോൾ നമ്മളൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കതൊന്ന് പൊക്കി ഇളക്കി ഇത് ഇത്തിരി വെള്ളം കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇങ്ങോട്ട് കിടന്ന് എന്താണ് അടച്ചു വെച്ച് വേവിക്കണം. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. വെള്ളമൊക്കെ വറ്റി ശരിക്കും വെള്ളം വറ്റണം. നമുക്ക് ഇനി അടച്ചു വെക്കണം. ഇനി വെള്ളം വറ്റിയിട്ട് തുറന്നു നോക്കാം. അപ്പം ഏകദേശം കുറച്ച് നേരം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന്. ഇനിയിപ്പോൾ ഈ ചട്ടിക്കലത്തിലല്ലേ, അപ്പം നമ്മൾ അത് അതിനകത്ത് അടച്ചു വെച്ചിരിക്കുമ്പോൾ തന്നെ ഒന്നും കൂടി വെള്ളം വറ്റും കേട്ടോ. മറ്റുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്ന കാര്യമല്ല, ചട്ടിക്കലത്തിൽ അതങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം ഒന്നുകൂടി അത് വലിച്ചെടുക്കും. അപ്പം അങ്ങനെ ശരിക്കും ഇതാവും, ഡ്രൈ ആവും. ഇനി ക്രാബ് കഴിക്കാൻ അത്ര ഈസി അല്ല കേട്ടോ. ഇത്തിരി പാടാ. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അത് കഴിക്കാൻ ഇത്തിരി പാടാ. അതിനൊരു മരങ്ങുണ്ട്. കാരണം അത് ഇങ്ങനെ കടിച്ച് ഒരു പ്രത്യേകത ഉണ്ട് എടുക്കാനായിട്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് മാംസം എടുക്കാനായിട്ട്. പിന്നെ ഇതൊരു കഷ്ണം എടുത്തിട്ടുണ്ടല്ലോ, അത് പൊട്ടിച്ച് നോക്കി കഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് വെന്തോ ഇല്ലയോ എന്നുള്ളത്. കാരണം അത് ഒരു ചെറിയൊരു കഷ്ണം പീസ് എടുത്തിട്ട് നമുക്ക് പൊട്ടിച്ച് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെന്തോ എങ്ങനെയാണെന്നുള്ളത്. നല്ല ഡ്രൈ ഫ്രൈ ആയി. അപ്പോൾ നമ്മുടെ അടിപൊളി ക്രാബ് റോസ്റ്റ് അല്ലെങ്കിൽ ഞണ്ട് റോസ്റ്റ് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉണ്ടാക്കി. കാരണം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നന്നാക്കാനും ക്ലീൻ ചെയ്യാനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.